സരളാറയ്ക്കൽ പോവാണോ? എന്ത് കാര്യത്തിനാണോ ഇവിടെ വന്നത്? അതൊക്കെ സാധിച്ചു കഴിഞ്ഞോ? സമ്മതിച്ചേ പറ്റൂ. ഞാൻ വിചാരിച്ചതുപോലെ ബുദ്ധിമതിയാണ് നീ. 1 രൂപ പോലും ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ പണം കണ്ടെത്താനുള്ള വിദ്യ, അത് വളരെ നന്നായി അറിയാം നിനക്കല്ലേ? നിങ്ങൾ ഇതെന്താ പറയുന്ന കവിത? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഒന്ന് നേരെ ചൊവ്വേ പറയാമോ? ഓ, പാവമായിട്ട് അഭിനയിക്കുകയാണല്ലേ? നോ പ്രോബ്ലം, ഞാൻ വളച്ചൊടിക്കാതെ പറയാം. കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കിയും തരാം. നീ എൻഗേജ്മെന്റിന്റെ ഇൻവിറ്റേഷൻ ഉണ്ടല്ലോ, ആദ്യം നിന്റെ മരുമകന്റെ കയ്യിൽ കൊടുക്കണമായിരുന്നു, അവന്റെ വീട്ടുകാർക്ക് കൊടുക്കണമായിരുന്നു. പക്ഷേ ഇല്ല, നീ മനഃപൂർവ്വം ആദ്യം തന്നെ നമ്പ്യാർ ഹൗസിലേക്ക് വന്നു, ഞങ്ങളെ ക്ഷണിക്കാനായി ഏറ്റവും ആദ്യം. കാരണം നിനക്ക് നന്നായി അറിയാമല്ലോ എന്റെ ചേട്ടനും ഏടത്തിയും പാവങ്ങളാണെന്ന്. ഇക്കാര്യം കേട്ട് അവരൊന്നും ആലോചിക്കില്ല, സന്തോഷം കൊണ്ട് മതിമറക്കും. പിന്നെ നിന്റെ മകൾ പ്രീത, അവളുടെ കാര്യം എന്ന് കേട്ടാ പിന്നെ എന്റെ ചേട്ടനും ഏടത്തിയും വളരെ ഇമോഷണലാ. അവളാണെങ്കി പാവം നല്ലവളായി അഭിനയിച്ച് അവരെ ആദ്യം തന്നെ കയ്യിലെടുത്തിട്ടുണ്ടല്ലോ. ആ, ഇന്നൊരു കാര്യം എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. എന്താന്നോ, നിന്റെ മോള് എക്സാക്ട്ലി നീ പറയുന്നത് പോലെ തന്നെയാ ചെയ്യുന്നേ. ആദ്യം പണക്കാരുമായി സൗഹൃദം സൃഷ്ടിക്കും, എന്നിട്ടവരെ മാക്സിമം മുതലാക്കാൻ ശ്രമിക്കും. ഇതല്ലേ നീ നിന്റെ പെൺപിള്ളേരെ പഠിപ്പിച്ചത് അല്ലേ? ഒരു കാര്യം മാത്രം എനിക്ക് മനസ്സിലാവുന്നേയില്ല. നിന്റെ ആ കന്നടക്കാരി മകളില്ലേ പ്രിയ, അവളുടെ കല്യാണം അഭിയെ പോലെ ഒരു റോക്ക് സ്റ്റാറുമായി നീ നടത്തി. അതൊന്ന് ഒപ്പിച്ചെടുക്കാൻ വേണ്ടി നീ ഒരുപാട് പ്ലാൻ ചെയ്ത് കാണുമല്ലേ? പക്ഷെ നിന്റെ ഈ പ്ലാനുകളൊന്നും ഈ വീട്ടിൽ നടക്കാൻ പോകുന്നില്ല. താങ്ക് ഗോഡ്, എന്റെ 2 മക്കളും ബുക്ക്ഡാണ്. ഒരാൾക്ക് കല്യാണമായി, മറ്റേ ആള് ക്രിക്കറ്റിൽ ബിസി. നിന്റെ മക്കൾക്ക് ഇവിടെ ഒരു ചാൻസും ഇല്ല. എങ്കിലും നിന്നെപ്പോലുള്ള മിഡിൽ ക്ലാസ്സുകാർ എവിടെ അടങ്ങിയിരിക്കാനാ? എപ്പോഴും ശ്രമിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ഇവിടേക്ക് പറഞ്ഞു വിട്ടില്ലേ രണ്ടിനെയും, പണക്കാരായ പയ്യന്മാരുടെ പിന്നാലെ. കിട്ടിയാൽ ലോട്ടറി, പോയാലങ്ങ് പോട്ടെ. നാണോ ആവുന്നില്ലേ നിങ്ങക്ക്? ഞങ്ങള് പണക്കാരുടെ മുന്നിൽ ഇങ്ങനെ അഭിനയിക്കാൻ? ഗിഫ്റ്റിന്റെ പേരിലും സഹായത്തിന്റെ പേരിലും എന്തൊക്കെ കിട്ടിയാലും അത് വാങ്ങിക്കൂട്ടും, അത്ര തന്നെ. പറഞ്ഞു കഴിഞ്ഞോ കവിത? അതോ ഇനി എന്തെങ്കിലും പറയാൻ ബാക്കിയുണ്ടോ? നിങ്ങളിപ്പോ എന്തൊക്കെ പറഞ്ഞാലും അതിലെ ഓരോ വാക്കുകളും തെറ്റാണ്. അല്ലെങ്കിലും നിങ്ങളോട് എന്തു പറയാൻ? നിങ്ങളുടെ കണ്ണിൽ കറുത്ത കണ്ണടയിരിക്കല്ലേ? നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവില്ല. ഞാൻ എന്റെ മകൾക്ക് വേണ്ടി ഇവിടെ നിന്ന് ഒരുപാട് ഉപകാരങ്ങൾ സ്വീകരിക്കും. നിങ്ങളുടെ കിരണും രോഹിതും നൽകുന്ന സ്നേഹവും ആശീർവാദവും സ്വീകരിക്കാനാ ഞങ്ങൾ വന്നത്. പക്ഷെ നിങ്ങളുടെ കാര്യോ? നിങ്ങൾക്ക് ഈ സ്നേഹവും ആശീർവാദം എന്നൊക്കെ പറയുന്നത് എന്താണ്? അതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ല. അതൊന്നും അറിയേണ്ട കാര്യവുമില്ല. നിങ്ങൾക്ക് വെറും പണത്തിന്റെ ഭാഷ മാത്രമേ മനസ്സിലാകൂ. നിങ്ങൾ ഒരു തവണ എന്റെ പ്രീതയുടെ നേരെ കള്ളി എന്ന ആരോപണം ഉന്നയിച്ചില്ലേ? ഇന്ന് എന്റെ നേരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം ക്ഷണിക്കാതെ വന്നോന്ന്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഏട്ടന്റെ വീട്ടിൽ ഏട്ടന്റെ ചെലവിലല്ലേ ജീവിക്കുന്നത്? അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോ ഓസിക്ക് നിൽക്കുന്നത് ആരാണെന്ന്. ഹൗ ഡെയർ യു! ഡോണ്ട് ക്രോസ് യുവർ ലിമിറ്റ്സ്. നീ ഇരിക്കേണ്ടിടത്ത് ഇരുന്നാ മതി സരളാറയ്ക്കൽ. നീ നിന്റെ സ്ഥാനത്തിരുന്നാ മതി. എന്റെ സ്ഥാനം നീ കാണിച്ചു തരേണ്ട ആവശ്യമല്ല. ഞാൻ എപ്പോഴും ഇരുന്നിട്ടുള്ളത് എന്റെ സ്ഥാനത്ത് തന്നെയാ. അതുകൊണ്ടാ ഞാൻ നിനക്കൊന്നും മറുപടി തരാത്തത്. പക്ഷെ നിനക്കെന്ത് പറയാനായോ? നീ എന്നെ പറ്റി എന്താ വിചാരിച്ചിരിക്കുന്നേ? പണം നിങ്ങളെക്കാൾ വളരെ കുറവാണ്, പക്ഷെ ചിന്താഗതി നിങ്ങളെക്കാൾ വളരെ ഉയർന്നതാണ്. എന്റെ മക്കൾ എന്റെ നിധിയാണ്. ആ നിധി ഒന്ന് തൊടാൻ പോലും നിങ്ങൾ ശ്രമിക്കരുത്. എന്റെ നേരെ കൈ ചൂണ്ടും അല്ലേ? ഒരു വിരൽ എന്റെ നേർക്ക് ചൂണ്ടുമ്പോ മനസ്സിലാക്കിക്കോ, ബാക്കി 3 വിരലുകളും നിങ്ങളുടെ നേരെയാണ്. അത് നിങ്ങൾ മറക്കണ്ട. എന്റെ മക്കൾ പണക്കാരായ ആൺകുട്ടികളെ വലയിലാക്കുന്നോ? നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു മകളില്ലേ? എന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയാൻ നാണമല്ലേ? ഇത്രയ്ക്ക് വൃത്തികെട്ട അഴുകിയ ചിന്താഗതി നിങ്ങൾക്ക് എവിടുന്ന് വരുന്നു കവിത? നിങ്ങൾ എന്താ വിചാരിച്ചത്? നിങ്ങൾ എന്റെ മക്കളെ പറ്റി സംസാരിച്ച രീതി നിങ്ങൾ നല്ലവളാക്കി മാറ്റുമെന്നോ? നിങ്ങൾ ഇത്രയും പറഞ്ഞപ്പോ ഞാൻ അതിന് മറുപടി ഒന്നും പറയാത്തത് കൊണ്ട് നിങ്ങൾക്ക് വായി തോന്നുന്നതെല്ലാം വിളിച്ചു പറയാമെന്നല്ല. രാധിക, മഹേഷ് ഏട്ടൻ, ഇവരെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട്, ഒരുപാട് ബഹുമാനിക്കുന്നുണ്ട്. പക്ഷെ ആ ബഹുമാനത്തെക്കാൾ കൂടുതൽ എന്റെ മക്കളെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. എന്റെ മക്കൾക്ക് നേരെ ഇനി എന്തെങ്കിലും നീ പറഞ്ഞോന്ന് ഞാൻ അറിഞ്ഞ നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഭദ്രകാളിയില്ലേ,
അതുപോലെയാണ് ഞാൻ. ആരെങ്കിലും എന്റെ മക്കളെ ഒന്ന് തൊടാൻ ശ്രമിച്ചാലുണ്ടല്ലോ, അവരെ ഞാൻ ആ അവസ്ഥയിലാക്കും. അത് നിനക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയില്ല. എന്റെ മക്കളെപ്പറ്റി എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് 10 വട്ടമെങ്കിലും ചിന്തിച്ചോ. നീ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത അവസ്ഥയിൽ ആ അവസ്ഥയിലാക്കി കളയുന്നില്ല ഞാൻ. മമ്മ മമ്മ എന്തിനാ എപ്പോഴും ഇങ്ങനെ ചെയ്യുന്നേ? മമ്മയുടെ ചിന്താഗതി മാറാത്ത എന്തേ? നോക്കമ്മേ, എനിക്ക് അമ്മയോട് ഒരു റിക്വസ്റ്റേ ഉള്ളൂ. എന്തായാലും സത്യമെല്ലാം തെളിഞ്ഞതല്ലേ, അപ്പൊ അറ്റ്ലീസ്റ്റ് ഇനിയെങ്കിലും അവരെ ഒന്ന് വെറുതെ വിട്ടൂടെ? പ്ലീസ് മമ്മ, പ്ലീസ്. ഒരു കാര്യം മറക്കണ്ട, ഞാനാണ് നിന്റെ അമ്മയെന്ന്. മനസ്സിലായോ നിനക്ക്? ഈ പൃഥ്വി എവിടെ പോയി കിടക്കുക? അവനെ നോക്കി നോക്കി ഞാൻ ഒരു വഴിയായി. ബേബി, ബേബി നീ ഇവിടെ എന്ത് ചെയ്യാ? എവിടെയായിരുന്നു നീ? എത്ര നേരം നിന്നെ തിരയുന്നു. ഇൻഫാക്ട് മെൻസ് വാഷ്റൂമിന്റെ പുറത്ത് വരെ നോക്കി നിന്നെ. ഐ വാസ് സോ വറീഡ്. ബേബി, എന്റെ ചക്കരക്കുട്ടിയല്ലടാ. അയ്യോ, സമാധാനപ്പെടുന്നേ. ഞാൻ നിന്റെ മുന്നിൽ നിൽക്കല്ലേ, വന്നില്ലേ ഞാൻ. സമാധാനപ്പെടും, റിലാക്സ്. എങ്ങനെ സമാധാനപ്പെടും? നീ എന്റെ കോള് പോലും റിസീവ് ചെയ്യുന്നില്ല. എത്ര തവണ ഞാൻ നിന്നെ വിളിച്ചു. എന്താ പറയുന്നേ? നീ എന്നെ കോൾ ചെയ്തെന്നോ? ഒരു സെക്കൻഡ്. അയ്യോ, ഇത് ഒരുപാട് മിസ്ഡ് കോൾസ് ഉണ്ടല്ലോ. പക്ഷെ എന്താ അടിക്കാതിരുന്നത്? അയ്യോ, ഇത് സൈലന്റ് മോഡിലായിരുന്നു, അതുകൊണ്ടാ റിങ് കേൾക്കാതിരുന്നത്. ഐ എം സോ സോറി. ഒരു മിനിറ്റ്, നീ വേറെ ആരുടെങ്കിലും കൂടെ ആയിരുന്നോ? ആരുടെ കൂടെ? നീ ഇതെന്തായി പറയുന്നേ? വേറെ ആരുടെ കൂടെ? നിന്റെ ഡ്രസ്സിൽ നിന്ന് ലേഡീസ് പെർഫ്യൂമിന്റെ സ്മെൽ എങ്ങനെയാ വരുന്നത്? ഓർമ്മ വന്നു. അവിടെ അറിയാവുന്ന ഒരാളെ കണ്ടിരുന്നു. അവനെന്നെ കണ്ടോണ്ട് ഓടി വന്നെന്നെ കെട്ടിപ്പിടിച്ചു. അവൻ പറയാ, ഹായ് പൃഥ്വി, ലോങ് ടൈം നോ സീ. ഇപ്പൊ നീ ചിന്തിക്കുന്നത് അവൻ എന്തിനാ പെണ്ണുങ്ങളുടെ പെർഫ്യൂം ഉപയോഗിക്കുന്നത് എന്നല്ലേ? അത് ആക്ച്വലി അവൻ ആ ടൈപ്പാണ്. അതുകൊണ്ടാണ്. മനസ്സിലായില്ലേ നിനക്ക്? അല്ല ബേബി, നീ ഇത്ര ഡെസ്പറേറ്റ് ആയി എന്നെ ഇവിടെ എന്തിനാ തിരിയുന്നത്? ആ കിരൺ, രോഹിത്, പ്രീത അകത്തിരിക്കുന്നില്ലേ? അവരോ? ഓ ആ, ഞാൻ നിന്നോട് പറയാനേ മറന്നു. ഞാൻ കിരണും രോഹിത് സംസാരിക്കുന്നത് കേട്ടു. അപ്പോ കിരൺ രോഹിത്തിനോട് പറയാണ് അവൻ നിന്നെ ഓപ്പൺലി ചാലഞ്ച് ചെയ്തിരിക്കുകയാണെന്ന്, അവൻ നിന്റെ നിശ്ചയം നടത്തില്ലെന്ന്. അത് കേട്ടപ്പോ എനിക്ക് ഭയങ്കര ടെൻഷനായി. അതുകൊണ്ടാണ് ഞാൻ നിന്റെ അടുത്ത് വന്നത്. ഉണ്ടായിരുന്നു കുറച്ച് ടെൻഷൻ. പക്ഷെ ഇപ്പോൾ ഞാൻ വളരെ ധൈര്യവാനായിരിക്കുന്നു. ഞാൻ വളരെ കോൺഫിഡന്റ് ആണ്. കാരണം ആർക്കും എന്നെ ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. ബേബി, നീ നോക്കിക്കോ. നിശ്ചയത്തിന് ഇനി വെറും 3 ദിവസമേ ഉള്ളൂ. അല്ലെ, 3 ദിവസത്തിൽ ആർക്ക് എന്താ ചെയ്യാൻ കഴിയാ? 3 ദിവസത്തിൽ നിശ്ചയം എങ്ങനെ മുടക്കാനാ? അതുമാത്രമല്ല, എനിക്ക് എഗൻസ്റ്റ് ആയിട്ട് ഒരു തെളിവുമില്ല. എനിക്കെതിരെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നും തന്നെയില്ല. ഈ നിശ്ചയം മുടക്കാൻ കഴിയുന്ന ഒന്നും. അല്ലേ? നീ കണ്ടോ ബേബി, 3 ദിവസത്തിൽ ഞാൻ നേരെ വളരെ നല്ല ഒരാളായി മാറും. നല്ല മനുഷ്യന്റെ ഇമേജ് ഉണ്ടാക്കാനായി ഞാൻ ദിവസവും അമ്പലത്തിൽ പോകും. എന്നിട്ട് സരളയോടും പ്രീതയോടും പറയും ഞാൻ ശാന്തിയുടെ മാർഗം സ്വീകരിക്കുകയാണെന്ന്, എന്റെ ദേഷ്യം കുറയ്ക്കാൻ വേണ്ടി. ആരെങ്കിലും മാഗ്നിഫൈങ് ഗ്ലാസ് എടുത്ത് നോക്കിയാൽ പോലും എന്റെ ഒരു കുറവും കണ്ടെത്താൻ കഴിയില്ല. പിന്നെയാണ് ആ കിരൺ, ആ നമ്പ്യാറിന്റെ മോൻ. അവൻ എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നീ കണ്ടോ, ജീവിതത്തിന്റെ ഈ കളിയിൽ ഞാൻ തന്നെ വിജയിച്ചിരിക്കും. പിന്നെ ആ പ്രീത, അവളെ ഞാൻ എന്റെ അടിമയാക്കിയിരിക്കും. വിജയം തീർച്ചയായിട്ടും നിന്റെ പൃഥ്വിയുടേത് തന്നെ ആയിരിക്കും. ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച്. ആ കേൾക്ക്, ഇപ്പൊ നമുക്ക് അകത്തേക്ക് പോവാം. അല്ലെങ്കിൽ ആ പ്രീത വിചാരിക്കും അവളുടെ ഭർത്താവാകാൻ പോകുന്ന ആരുടെയും കൂടെ ഓടിപ്പോയെന്ന്. പക്ഷേ നമുക്ക് ഒരുമിച്ച് പോകാൻ കഴിയില്ല. ഒരു കാര്യം ചെയ്, നീ ആദ്യം പോ, ഞാൻ 2 മിനിറ്റ് കഴിഞ്ഞു വരാം. ഓക്കെ? അതായത് അവള് വിചാരിക്കും നമ്മള് തമ്മില്. അടിപൊളി. ബൈ. ഹലോ പ്രീത. ഹലോ അഗൈൻ.
പൃഥ്വി, ആർ യു ഓക്കേ? Yeah, don't worry at all. I am absolutely fine. താൻ ഭയങ്കര സന്തോഷത്തിലാണല്ലോ. എന്തോ നല്ല കാര്യമുണ്ടല്ലോ. യു ഹാവ് എനി റീസൺ, എനി സ്പെസിഫിക് റീസൺ? കുറച്ച് പഴയ ഫ്രണ്ട്സിനെ ഞാൻ കണ്ടു. ഓ, ഹിയർ? ഒരുപാട് കാലം കഴിഞ്ഞ് കണ്ടപ്പോ ഒരുപാട് സന്തോഷം. ഹൗ കൂൾ. ഓഫോ, ഐ വാസ് ജസ്റ്റ് സ്റ്റോപ്ഡ് ബൈ വൺ ഓഫ് മൈ ക്ലയന്റ്സ് ആൻഡ് ഞങ്ങളുടെ ആഡിന്റെ പുതിയ മോഡൽ. ആ മാഡം എന്തൊരു സ്റ്റുപ്പിഡ് ക്വസ്റ്റ്യൻസാ ചോദിച്ചതെന്നോ, അതാ കോൾ ഇത്ര നീണ്ടുപോയത്. ഐ എം സോറി. അല്ല, കിരൺ അവിടെ പോയി? കിരൺ ഇവിടെ എവിടേക്കെങ്കിലും പോയി കാണും. അവന്റെ തല കുറച്ച് തണുപ്പിക്കാനായി. അതെന്താണെന്നോ രോഹിത്, കാര്യങ്ങൾ അവന്റെ കൺട്രോളിന് പുറത്താവുമ്പോൾ നിന്റെ അനിയൻ ഭയങ്കര ഹൈപ്പർ ആവും. എക്സ്ക്യൂസ് മീ. ഡോണ്ട് നീഡ് ടു ബി എക്സ്ക്യൂസ്ഡ്. നിങ്ങളുടെ അനിയന്റെ കാര്യമാണ് പറയുന്നത്. യു ഷുഡ് ബി കൺസേൺ. നിങ്ങൾ അവന്റെ വലിയേട്ടനല്ലേ? ഒരു നല്ല അഡ്വൈസ് ഞാൻ തരാം. എന്തായാലും ചെയ്യണം. അതായത് മീഡിയ അവന്റെ ഹൈപ്പർ ടെൻഷനെ പറ്റി എഴുതാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങളൊരു കാര്യം ചെയ്യും. നിങ്ങൾ അവനെ ഏതെങ്കിലും യോഗ ക്ലാസ്സിൽ ജോയിൻ ചെയ്യിപ്പിക്കുക. അവന്റെ തലയ്ക്ക് കുറച്ച് സമാധാനവും കിട്ടും, അവന്റെ ജീവിതവും കുറച്ച് നന്നായി കിട്ടും. പൃഥ്വി, നിനക്കറിയോ അവൻ ആരാണെന്ന്? ദ ക്രിക്കറ്റർ. ഒരുപാടധികം അധ്വാനിക്കുന്നുണ്ട് അവൻ ഫീൽഡില്. ഹി ഡസന്റ് നീഡ് യോഗ. അതിന്റെ ആവശ്യം നിനക്കാണ്. നീ യോഗ ചെയ്യ. ഒരുപാട് കൂടുന്നുണ്ടവന് ഈ പൃഥ്വിക്ക്. ഇപ്പൊ തന്നെ ഈ നിമിഷം തന്നെ ഇവന്റെ മുഖം അടിച്ച് ശരിയാക്കാൻ എനിക്ക് തോന്നുന്നേ. നമ്മുടെ കിരണും പൃഥ്വിയും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിച്ചില്ലെങ്കിൽ പിന്നെ പ്രീതയ്ക്ക് ഒരിക്കലും നമ്മളോട് പഴയതുപോലെ ഇടപഴകാൻ കഴിയില്ല. അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് സമയം എടുത്താണെങ്കിലും പൃഥ്വിക്കും കിരണിനും ഇടയിലെ സൗഹൃദമുണ്ടാക്കാൻ കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും. അമ്മ അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രമാ നിന്റെയും കിരണിന്റെ സൗഹൃദത്തിന്റെ കാര്യം. അല്ലെങ്കിൽ നിന്റെ കാര്യം ഞാൻ ശരിയാക്കിയേനെ. എന്തു പറ്റി രോഹിത്? എവിടെയാ പോയെ? ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. എനിക്കറിയാം നിങ്ങളുടെ അനിയൻ ക്രിക്കറ്റർ ആണെന്ന്. പക്ഷെ മനുഷ്യനല്ലേ, ദേഷ്യം എല്ലാവർക്കും വരുമല്ലോ. യോഗ എല്ലാവർക്കും ചെയ്യാം. വളരെ നല്ലതാണ് യോഗ. ഇറ്റ്സ് ഗുഡ് ഫോർ യുവർ ഹെൽത്ത്. സിമ്പിൾ അഡ്വൈസ് ആണ്. ആദ്യം പറഞ്ഞത് ശരി. ഇനിയും പറഞ്ഞാൽ ചിലപ്പോൾ അത് തെറ്റായി പോവും. നിനക്ക് അത്രയെങ്കിലും ബുദ്ധി ഉണ്ടായിരിക്കുമെന്നാണ് എന്റെ വിശ്വാസം. രോഹിതേടാ, ക്യാൻ യു പ്ലീസ് കോൾ കിരൺ? ഒന്ന് ചോദിച്ചു നോക്കാമോ എവിടെയാണെന്ന്? അത് നേരം വൈകുന്നു, നമുക്ക് കഴിച്ചിട്ട് വേഗം ഇറങ്ങാം. ഇവളിന്ന് സത്യം അറിഞ്ഞേ പറ്റൂ. ഇവളോട് സംസാരിക്കണോ എനിക്ക്? അത് അത്യാവശ്യമാ. ഇവളുടെയും പൃഥ്വിയുടെയും ബന്ധം എന്താണെന്ന് മനസ്സിലാക്കിയേ തീരൂ. ഈ ഏട്ടൻ എന്തിനാ വിളിക്കുന്നേ? പിന്നെ സംസാരിക്കാം. എങ്ങോട്ടാ പോയത്? ഹായ്. ആ സ്നേഹത്തോടെയുള്ള കെട്ടിപ്പിടുത്തം അത്രയും പ്രിയപ്പെട്ട ഫ്രണ്ടിനെ കൊടുക്കൂ. ഒരു പക്ഷേ ഇത് പൃഥ്വിയുടെ പഴയ ഗേൾഫ്രണ്ട് വല്ലതും ആയിരിക്കോ? ആർക്കറിയാം. എന്തായാലും അവളോട് എനിക്ക് സംസാരിച്ചേ പറ്റൂ. എല്ലാം മനസ്സിലാക്കണം. പക്ഷെ ഡയറക്ട്ലി എങ്ങനെ സംസാരിക്കാൻ പറ്റുക? എക്സ്ക്യൂസ് മീ. ഹായ്, ഇസ് ദിസ് യുവേഴ്സ്? എനിക്ക് എന്റെ കണ്ണുകളെ വിശ്വസിക്കാനേ ആവുന്നില്ല. You are Kiran Nambiar, right? Of course. Oh my God, this is so crazy. You know what? ഞാൻ നിങ്ങളുടെ ഏറ്റവും വലിയ ഫാനാണ്. Thank you. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ ഇതിനു മുൻപ് ഒരു ക്രിക്കറ്റ് മാച്ചും കണ്ടിട്ടില്ല. നിങ്ങളെ ആ പരസ്യത്തിൽ കണ്ടപ്പോ I was like, ഞാൻ വീണുപോയി. ആർക്കെങ്കിലും ഇത്രയും ഹാൻസം ആവാൻ പറ്റുമോ? ഓർമ്മയുണ്ടോ കഴിഞ്ഞ BCL മാച്ച്? നിങ്ങൾ 6 അടിച്ച് ആ മാച്ച് എങ്ങനെയാ ജയിപ്പിച്ചതെന്ന്? Of course, I remember. ആ മൊമെന്റ് ഓർത്തിട്ട് ഐ വിഷ് ആയി. എനിക്ക് നിങ്ങളുടെ അടുത്ത് വരണമായിരുന്നു. ഞാൻ നിന്റെ വലിയൊരു ഫാനാണ് കിരൺ. താങ്ക് യു. നിന്നെ കണ്ടപ്പോ തന്നെ എന്റെ ഹൃദയം തന്നു കഴിഞ്ഞു. ബൈ ദ വേ, എന്റെ പേര് മാനസിയാണ്. നൈസ് നെയിം മാനസി. താങ്ക് യു. യാ. എക്സ്ക്യൂസ് മീ, ക്യാൻ ഐ ബോറോ യുവർ പെൻ? എന്താ കിരൺ, ക്യാൻ ഐ ഹാവ് യുവർ ഓട്ടോഗ്രാഫ്? ഓഫ് കോഴ്സ്. പേപ്പർ? പേപ്പറിന്റെ ആവശ്യം എന്താ? എന്റെ നെക്ക് ഉണ്ടല്ലോ. സോ ഇഫ് യു ഡോണ്ട് മൈൻഡ്.
ആറിഷുവർ നെക്കില് ഞാൻ എഴുതട്ടെ? ഓ യെസ് യെസ്, എനിക്കിത് എന്റെ എല്ലാ ഫ്രണ്ട്സിനെയും കാണിക്കണം. കിരൺ അവന്റെ പേര് എന്റെ മെയിലിൽ എഴുതിയെന്ന്. നോ പ്ലീസ് ഡു ഇറ്റ്. വിത്ത് പ്ലഷർ. താങ്ക് യു സോ മച്ച് കിരൺ. യു ആർ വെൽക്കം. ആൻഡ് യു നോ വാട്ട്, ഇന്ന് എന്റെ ലക്കി ഡേ ആണ്. ഞാൻ ആരെയൊക്കെ കാണാൻ ആഗ്രഹിച്ചിരുന്നോ അവരെയൊക്കെ ഇന്ന് കണ്ടുമുട്ടി. അല്ല, അതുപോലെ ദീ കിരൺ നമ്പർ ഇവിടെ നിന്നിട്ടും നീ മറ്റവിടെ നോക്കാണല്ലോ. എന്താ സംതിങ് സ്പെഷ്യൽ? നിങ്ങളോട് വിളിക്കുന്നത് എന്തിനാ? ആ സൈഡിലിരിക്കുന്ന പയ്യനെ കണ്ടില്ലേ? കോളേജിലായിരുന്നപ്പോ എന്റെ എക്സ് ബോയ് ഫ്രണ്ട് ആയിരുന്നു. പൃഥ്വി ഇവളുടെ ബോയ് ഫ്രണ്ടോ? പിന്നെ എന്റെ ആദ്യ പ്രണയവും. ഇന്ന് ഞാൻ അയാളെ കണ്ടപ്പോ സന്തോഷം കൊണ്ട് ഭ്രാന്ത് പിടിച്ചതുപോലെയായിരുന്നു. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അവനെ. പിന്നെ അവനും അങ്ങനെ തന്നെയായിരുന്നു എന്നോട്. ഞങ്ങൾ പരസ്പരം ഒരുപാട് സ്നേഹിച്ചിരുന്നു. പക്ഷേ അവന്റെ ചില സ്വഭാവങ്ങൾ കാരണം ഐ ഗോട്ട് ഫെഡ് അപ്പ് ആൻഡ് ഞാൻ അവനുമായിട്ട് ബ്രേക്കപ്പ് ആയി. എന്നിട്ട് ഞാൻ മറ്റൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റായി. പിന്നെ അവനെ കണ്ടിട്ടുമില്ല, സംസാരിച്ചിട്ടുമില്ല, നോ കോണ്ടാക്ട്. പക്ഷേ സത്യം പറഞ്ഞ ഇന്നവനെ കണ്ടപ്പോ എനിക്ക് തോന്നി അവൻ എനിക്ക് പെർഫെക്റ്റ് ആണെന്ന്. ഞാൻ അവനെ ഇന്നും ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ എന്താണെന്നറിയില്ല, അവനെ കാണുമ്പോൾ വളരെ കൂളായിട്ട് തോന്നുന്നു. കണ്ടിട്ട് തോന്നുന്നത് എന്നെ മറന്നവൻ ജീവിതത്തിൽ ഒരുപാട് മുന്നിലേക്ക് പോയെന്ന്. അബ്സല്യൂട്ട്ലി റൈറ്റ്. ഞാൻ നിനക്ക് പറഞ്ഞുതരാം അവൻ എന്തുകൊണ്ട് അങ്ങനെയെന്ന്. നിന്നെ കണ്ടിട്ടും കാണാത്ത പോലെ നടക്കുന്ന എന്തുകൊണ്ടാണെന്ന്. എന്ത്? നിങ്ങൾക്ക് ശരിക്കും അറിയാമോ? എന്നാ അത് പറഞ്ഞു തരൂ പ്ലീസ്. ഓഫ് കോഴ്സ് ഞാൻ പറഞ്ഞുതരാം. ആ പെൺകുട്ടി കാണുന്നില്ലേ പൃഥ്വിയുടെ അടുത്തിരിക്കുന്ന സോഫയില്? അവളും പൃഥ്വിയും തമ്മിലുള്ള എൻഗേജ്മെന്റ് നടക്കാൻ പോവാണ്. വാട്ട്? They are getting engaged.